വെറും 4 ചേരുവ കൊണ്ടേ വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന ഒരു ഐറ്റം തയ്യാറാക്കി നോക്കിയാലോ. അപ്പൊ വീട്ടിലുള്ള സാധാരണ ചേരുവ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഒരു 3/4 കപ്പ് പഞ്ചസാര നമ്മൾ ആദ്യം ഒന്ന് കാരമൽ ചെയ്തെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 കപ്പ് കാച്ചിയ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് എല്ലാം മിക്സ് ആയതിനു ശേഷം ബാക്കി കൂടെ എല്ലാം കൂടെ ഒഴിച്ചിട്ട് ഒന്നത് ചൂടായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. മാത്രമല്ല ആ പഞ്ചസാരയൊക്കെ ഒന്ന് ആ കാരമലായത് കംപ്ലീറ്റ് ഒന്ന് അലിഞ്ഞു വന്നാൽ മതി. നമുക്ക് 2 മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ മിക്സ് ഉണ്ടല്ലോ, ചൂടാറിയതിനു ശേഷം ആദ്യം അല്പം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിനു ശേഷം ബാക്കിയെല്ലാം ചേർക്കാം കേട്ടോ. എന്നിട്ട് ചായയുടെ അരിപ്പയിൽ വേണം അരിച്ചെടുക്കാനായിട്ട്. ഇതിൽ പാടയുണ്ടാവും, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഏത് ബൗളിലാണോ അത് സ്റ്റീം ചെയ്യുന്ന ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന്റെ മുകളിൽ വരുന്ന ബബിൾസ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഫോയിൽ വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മളിത് വലിയ ബൗളിലാക്കിയിട്ട് സ്റ്റീം ചെയ്യുകയാണെങ്കിൽ ഒരു 30 മിനിറ്റ് എടുക്കും. ചെറിയ ബൗളിലാണെങ്കിൽ 15 മിനിറ്റ് എടുക്കും കേട്ടോ. അതിനുശേഷം നമുക്കിത് 3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കടലമിഠായി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കാഷ്യൂ നട്ടോ അതല്ലെങ്കിൽ ആൽമണ്ട്സോ ഉപയോഗിച്ചിട്ടുള്ള പ്രളയം തയ്യാറാക്കിയിട്ട് ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. നല്ല കിഡുമായിട്ടാണ് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.